ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. السلام عليكم ورحمة الله. സൂറത്തുൽ ബഖറയിലെ 183 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു നോമ്പിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിധികളെ സംബന്ധിച്ചുമൊക്കെയാണ്. അതിനിടയിൽ 186 ആയത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ചും അവനോട് മാത്രമാണ് അത് സമർപ്പിക്കേണ്ടത്, അവനാണ് അതിന് ഏറ്റവും അർഹൻ, അവൻ ഏറ്റവും സമീപസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് ആ ഭാഗം അള്ളാഹു അവസാനിപ്പിച്ചത്. വീണ്ടും നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഉഹില്ല ലക്കും ലൈലത്തു സിയാമി അർറഫസു ഇലാ നിസാഇക്കും. നോമ്പിനെ സംബന്ധിച്ച് ചില തെറ്റായ ധാരണകൾ അറബി സമൂഹത്തിലുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു നോമ്പ് ഉദ്ദേശിച്ച് രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാര്യമാരുമായി ലൈംഗികമായ ബന്ധത്തിലേർപ്പെടാൻ പാടില്ല എന്നൊരു തെറ്റായ ധാരണ ആ സമൂഹത്തിലുണ്ടായിരുന്നു. പകൽ മാത്രമല്ല, നോമ്പ് ഉദ്ദേശിച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ രാത്രിയും സംസർഗം പാടില്ല എന്ന ഒരു അന്ധവിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. അതിനവിടെ അള്ളാഹു തിരുത്തുകയാണ്. ഉഹില്ലലൈക്കും ലൈലത്തു സിയാമി അർറഫസു ഇലാ നിസാഇക്കും. നിങ്ങളുടെ ഭാര്യമാരുമായി രാത്രി നിങ്ങൾക്ക് സംസർഗത്തിലേർപ്പെടാൻ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. റഫസ് എന്ന് പറഞ്ഞാൽ ലൈംഗികമായ സംസാരത്തിനും അതേപ്രകാരം തന്നെ സംസർഗത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന പദമാണത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാകുന്നു. അന്തു ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവർക്കുമുള്ള വസ്ത്രമാകും. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ച് ഇത്ര മനോഹരമായി വിശുദ്ധ ഖുർആൻ മാത്രമാണ് ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ അവർക്കുമുള്ള വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അലങ്കാരത്തിനും അതോടൊപ്പം തന്നെ പുറത്ത് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ മറച്ചു വെക്കുവാനുമാണ്. ഇതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ
പരസ്പരം ഇവരുടെ സ്വകാര്യങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുകയും പരസ്പരം കാത്തു സൂക്ഷിക്കുകയും മറ്റുള്ള ഭാര്യ ഭർത്താവിന് അലങ്കാരവും ഭർത്താവ് ഭാര്യയ്ക്കും അലങ്കാരവുമായിരിക്കും. അനഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന, അതേറെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു വീക്ഷണമാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങളോട് തന്നെ വഞ്ചന കാണിച്ചതായി, ഫതാബ അലൈക്കും, അത് നിങ്ങൾക്ക് അള്ളാഹു പശ്ചാത്തപിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. വഅഫ അൻകും, നിങ്ങളോട് അവൻ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ചില സഹാബികളൊക്കെ ഇങ്ങനെ രാത്രി തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടതിന് വേറെ ഒരു പ്രയാസമുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ അവിടെ അതിനെപ്പറ്റിയാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തത്തോട് തന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്നൊക്കെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അതിലൊന്നും പ്രശ്നമില്ല, അതൊക്കെ പുറത്തു നിന്നിരിക്കുന്നു, നിങ്ങൾക്ക് വിട്ടുവീഴ്ച തന്നിരിക്കുന്നു. ഫൽആന ബാശിറൂഹുന്ന, ഇനി നിങ്ങൾക്ക് ഭാര്യമാരുമായി രാത്രി സമയം ഫജ്റിൻ്റെ മുമ്പുള്ള രാത്രി സമയത്ത് നിങ്ങൾക്ക് അവരുമായി സംസർഗത്തിൽ ഏർപ്പെടാം. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത്, ഇണകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന് അതിൻ്റെ സുഖാസ്വാദനത്തേക്കാൾ ഉപരിയായി മറ്റൊരു മുഖ്യമായ ലക്ഷ്യം ഇസ്ലാം കാണുന്നു. അത് സന്താനലബ്ധിയാണ്. നമ്മുടെ ഈ മനുഷ്യ തലമുറയുടെ നിലനിൽക്കുക എന്നതാണ്. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചത് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുക. വകുലു വശ്റബു, എന്നിട്ട് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു കർമ്മശാസ്ത്ര വിധിയാണ് അല്ലാഹു പറയുന്നത്. വകുലു വശ്റബു, നിങ്ങൾ ആഹരിക്കുകയും കുടിക്കുകയും ചെയ്യുക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദ്, ഖൈത്തുന നൂൽ, ഖൈത്തുൽ അബിയദ് വെളുത്ത നൂല് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, മിനൽ ഖൈത്തിൽ അസ്വദി, കറുത്ത നൂലിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ വെളുത്ത നൂലും കറുത്ത നൂലും വെച്ചാൽ അത് തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് വരെ, മിനൽ ഫജ്റിനോട് എന്ന് പറഞ്ഞാൽ നോമ്പ് എപ്പോഴാണ് ആരംഭിക്കേണ്ടത്, എപ്പോഴാണ് അത് അവസാനിക്കേണ്ടത് എന്നതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. മിനൽ ഫജ്രി സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈൽ, ഫജ്ർ മുതൽ സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈൽ, പിന്നീട് രാത്രി ആകുന്നത് വരെ നിങ്ങൾ നോമ്പ് പൂർത്തീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഫജ്ർ മുതൽ, ഫജ്ർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശം, സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ കിഴക്കൻ ചക്രവാളത്തിൽ പതിക്കുന്നതിനാൽ കിഴക്കൻ ചക്രവാളത്തിൽ അപ്പോൾ പ്രകാശം ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ വെറുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ എന്ന് പറയുന്നത്. സുമാത്തയും മസിയാമിലല്ലയിൽ, പിന്നീട് രാത്രി വരെ, ഇലല്ലയിൽ രാത്രി അഥവാ മഗ്‌രിബോടുകൂടി മഗ്‌രിബ് വരെ നിങ്ങൾ നോമ്പ് പൂർത്തീകരിക്കുക. അന്നപാനീയം ഒഴിവാക്കുക. അതുപോലെ നോമ്പുകാരൻ എന്തൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടുനിൽക്കുക. അങ്ങനെ നിങ്ങൾ നോമ്പ് പൂർത്തീകരിക്കുക. വലാ തുബാശിറൂഹുന്ന, എന്നിട്ട് മറ്റൊരു വിധി കൂടി അല്ലാഹു പറയുന്നു, നിങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിലേർപ്പെടരുത്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളികളിൽ നിങ്ങൾ ഭജനമിരിക്കുന്ന സന്ദർഭത്തിൽ. ഇവിടെ തുബാശിറൂഹുന്ന എന്ന് പറഞ്ഞാൽ സംസർഗം മാത്രമല്ല, സംസർഗത്തിലേക്ക് നയിക്കുന്ന സംസാരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയും. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളിയിൽ ഭജനമിരിക്കുക, ഇത്തിക്കാഫിരിക്കുക. ഇത്തിക്കാഫ് എന്ന വലിയ പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരണമടയുന്നത് വരെ റമദാൻ മാസത്തിൽ ഇത്തിക്കാഫ് പതിവാക്കിയിരുന്നു എന്നാണ്. അവസാനത്തെ 10 ദിവസം ഇത്തിക്കാഫ് റസൂലുള്ളാഹി പതിവായി നിർവഹിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടയുന്ന ആ വർഷം 20 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും.
അപ്പം അങ്ങനെ എത്തിക്കാഫിരിക്കുമ്പോൾ ഭാര്യമാരുമായി സംസ്കൃതത്തിൽ ഏർപ്പെടാൻ പാടില്ല. കാരണം അത് പ്രത്യേക ഒരു നെയ്യത്തോടു കൂടി പള്ളിയിൽ ഇബാദത്തുകളിൽ മാത്രം ഒഴുകിക്കൂടുവാൻ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് ആ ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്നത്. എന്നിട്ടല്ല പറയുന്നു, തിൽക ഹുദൂദുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ്. ഫലാ തഖ്റബൂഹ, ആ അതിർവരമ്പുകളുമായി നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാണ്, അതിൻ്റെ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി, അപ്രകാരം അള്ളാഹു അവൻ്റെ വചനങ്ങൾ വിശദീകരിച്ച് തരുന്നു. ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, ലഅല്ലഹും യത്തഖൂൻ. ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് 183-ാമത്തെ ആയത്തിലും അള്ളാഹു അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്തിന്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി. ഇവിടെയും അല്ലാഹു തന്നെ പറയുന്നത് ലഅല്ലഹും യത്തഖൂൻ. ഈ നോമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസപ്പെടുത്താനോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ ഒന്നുമല്ല, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായി മാറുവാൻ. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ നോമ്പ് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരുപാട് നോമ്പുകാർ പരലോകത്ത് ഹാജരാക്കുന്നവർക്ക് അവർ അന്നപാനീയങ്ങൾ ഒഴിവാക്കി എന്നതല്ലാതെ അവർക്ക് അതുകൊണ്ടൊരു മെച്ചവും ഉണ്ടായിട്ടില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം നോമ്പുകാർ എന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ നോമ്പ് പരുക്ക് പറ്റാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലായ രൂപത്തിൽ നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുക. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നമ്മൾ നോമ്പ് നിർവഹിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സ്സുഫഹാഉ